നാളെ കാലത്ത് വന്നാൽ മതിയായിരുന്നല്ലോ. കൂടുതലാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് വെളിയിലിറങ്ങി നടക്കണം. ഓഹോ, ഇപ്പൊ മാമച്ച മുതലാളി വലിയ മാന്യനാണല്ലോ. ആലിസേ, കുട്ടികളൊക്കെ പ്രായമായി വരിക. നീ അതെങ്കിലും ഓർത്താ മതി. കുട്ടികൾ കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കണം. കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസ്സാക്കാനും മലമ്പുഴയിലും പീച്ചിയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, വി കെ നായർ, കൊച്ചുവർക്കി, താണിപ്പിള്ള, വൈരമൂർത്തി, ഇവരിൽ ആരുടെങ്കിലും ആവാം കുട്ടികൾ. മിണ്ടരുത്, മിണ്ടരുത്. ചേച്ചി, നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ചത് തമിഴിലല്ലേ? പിന്നെ എങ്ങനെയാ മലയാളത്തിൽ വന്നത്? ആദ്യമായി ഞാൻ തിരുവരുട്ചെൽവർ എന്ന തമിഴ് പടത്തിൽ അഭിനയിച്ചു. AP നാഗരാജൻ്റെ ഡയറക്ഷനായിരുന്നു. ആദ്യമായി ഞാൻ അഭിനയിച്ച മലയാള പടം ചട്ടമ്പി കവല. മെരിലാൻഡ് സുബ്രഹ്മണ്യ പിള്ളൈ ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സുബ്രഹ്മണ്യ പിള്ള സാർ എന്നെ ആദ്യമായി കണ്ടത്, പരിചയപ്പെട്ടത് പത്മിനി ചേച്ചിന്ന് കേട്ട് കാണുമല്ലോ, ലളിത, പത്മിനി, രാഗിണി, ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്ന് പറയും. അതിൽ പത്മിനി ചേച്ചിയാണ് എന്നെ മലയാള സിനിമാ രംഗത്തേക്കും തമിഴ് സിനിമാ രംഗത്തേക്കും അവരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം ഞാൻ സത്യമാസ്റ്ററുടെ കൂടെയാണ് അഭിനയിച്ചത്. ചേച്ചി മലയാളത്തിലാകെ എത്ര പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? മലയാളത്തിൽ 180 ചിത്രങ്ങളോളം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ പടം മുതൽ ഇപ്പം വരെ ഞാൻ തന്നെയാണ് എൻ്റെ സ്വന്തം വോയിസും പറയുന്നത്. ഞാനിത് എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, മലയാളി അല്ലാത്ത ഞാൻ എന്നെ അവരത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയാൻ ഒരുമ്പെടുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ തന്നെ സത്യമാസ്റ്ററും തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹവും ബഹദൂർ സാർ ഇവരൊക്കെ എന്നെ മലയാളം പഠിപ്പിച്ചു. ലിറ്ററലി ദേ ടോട്ട് മീ മലയാളം. അങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞങ്ങൾ അഭിനയിച്ച ആ സീൻസ് എല്ലാം ഞങ്ങൾ സെക്കൻഡ് ഷെഡ്യൂളിൽ എന്നെ കൊണ്ട് തന്നെ അവർ ഡബ്ബിങ് വോയിസ് പറയിപ്പിച്ചു. ഇന്ന് വരെ ഞാൻ എപ്പോഴും ഡബ്ബിങ്ങിൽ നിൽക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ ഓർക്കും. ചേച്ചിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. പിന്നെ കഴിയുന്നത്രയും ഞാൻ എപ്പോഴും ഈ കഥ കേൾക്കുമ്പോൾ ഒരു ചിത്രത്തിൽ നമ്മൾ അഭിനയിച്ച ഒരേ അതുപോലെ റോൾ കഴിയുന്നത്രയും അടുത്ത ചിത്രത്തിൽ ഇല്ലാതെ നോക്കും. വ്യത്യാസപ്പെട്ട റോൾസ് എല്ലാം അഭിനയിക്കണം എന്ന് എപ്പോഴും കൊതിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നതുകൊണ്ട് ആരുടെ കൂടെ അഭിനയിക്കുന്നു എന്നെല്ലാം ഞാൻ ആലോചിക്കില്ല. നമ്മുടെ റോൾ എന്താ, നമ്മൾ എന്താ അതിൽ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇന്ന് വരെ. അതുകൊണ്ട് എൻ്റെ പല ചിത്രങ്ങളിലും വിവിധ കഥാപാത്രങ്ങളിൽ അന്നേ ഞാൻ ഈ പ്രായം മുതിർന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ഒന്നും നോക്കാറില്ല. ഇൻഫാക്റ്റ് ഏർലിയർ പിക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ചട്ടമ്പി കവല കഴിഞ്ഞിട്ട് 1-2 ചിത്രങ്ങൾ ഞാൻ റെഗുലർ ഹീറോയിനായിട്ട് അഭിനയിച്ചു. പിന്നെ വന്നിട്ടുള്ളത് മിക്കവാറും എല്ലാം വ്യത്യസ്തപ്പെട്ട പല വിവിധ കഥാപാത്രങ്ങളുമാണ്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കി നമ്മൾ ചെയ്യണം എന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ഞാൻ സക്സീഡ് ആയിട്ടുണ്ട് എന്ന് ഓഡിയൻസ് വേണം പറയാൻ. നല്ല പടങ്ങൾ, നല്ല ഗാനങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കുമ്പോൾ ഓഡിയൻസ് അത് ഒരിക്കലും മറക്കാറില്ല. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ അക്കൽദാമ, ചെണ്ട, തീക്കനൽ, ഹൃദയം ഒരു ക്ഷേത്രം, നിന്റെ ഭർത്താവിനെ ഞാൻ രക്ഷിക്കുമേ. എന്റെ വാക്ക് ഞാൻ പാലിച്ചു. അമ്പലവിളക്ക്,
സുമതി, വരൂ, നമുക്ക് പോകാം. എങ്ങോട്ട്? ആദ്യം അമ്പലത്തിലേക്ക്, അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക്. നിന്റെ ഭർത്താവ്, കുട്ടികൾ? എന്റെ ഭർത്താവിനല്ലേ ഞാൻ വിളിക്കുന്നത്. ഗോപിയേട്ടനാണ് എന്റെ ഭർത്താവ്. എന്റെ കുട്ടികൾ എന്റെ വിദ്യാർത്ഥികളാണ്. അപ്പോ അന്ന് നീ പറഞ്ഞത്? ഞാൻ അന്നും ഇന്നും പറഞ്ഞത് ഒന്ന് തന്നെ. വരൂ, നമുക്കിനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. എനിക്കെല്ലാം അറിയാം. വരൂ, വരൂ, വരൂ. ക്യാൻസർ ഒരു മാറാവ്യാധിയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ആശിക്കുന്നു എന്റെ ഗോപിയേട്ടന്റെ അസുഖം മാറും. ഞാൻ എന്റെ ഗോപിയേട്ടന്റെ കുട്ടികളെ പ്രസവിക്കും. ഞാനും ഗോപിയേട്ടനും ഞങ്ങളുടെ കുഞ്ഞോമനകളെ ലാളിച്ച് സുഖമായി ഏറെക്കാലം ജീവിക്കും. ചേച്ചി, ഹൗ ഡു യു അപ്രോച്ച് ഫിലിംസ്? കഴിയുന്നത്രയും ഒരു പടത്തിൻ്റെ ഛായ വേറൊരു പടത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കും. പിന്നെ ചില റെഗുലർ പ്രൊഡ്യൂസേഴ്സിനും റെഗുലർ ഡയറക്ടേഴ്സിനും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോഴത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ആളുകളായിരിക്കും, അവർക്ക് വേണ്ടി ഒരു പടം ചെയ്തു എന്ന് വരും. പക്ഷെ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് വെരി ലക്കി. ഐ ആം ലക്കി. ഇപ്പോഴും എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ക്യാരക്ടറെ പോലെ വേറൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം വിവിധ ക്യാരക്ടറിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് പല ഷെയ്ഡ്സ്. ഇപ്പം ആസ് എ വുമൺ ഞാൻ വിശ്വസിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നമ്മുടെ വുമൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന് മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് പലപ്പോഴും പല തെറ്റുകളും നമ്മളും ചെയ്യുന്നുണ്ട്. ആ തെറ്റുകളുടെ വെവ്വേറെ മുഖങ്ങളുണ്ടല്ലോ, ഒരു സ്ത്രീയുടെ വേറെ മുഖങ്ങളുണ്ടല്ലോ, അതെല്ലാം അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു അതിര് വരെ ഞാൻ സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ആദാമിൻ്റെ വാരിയൽ ജീവിതത്തിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടൊരു മുഖംമൂടി അണിഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു പണം ഉള്ള ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രമായിരുന്നു. അവർ കള്ളു കുടിക്കും, മദ്യപിക്കും. എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇമേജ് എന്നൊക്കെ വിചാരിച്ചാൽ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് ഇമേജ് എന്ന് ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാവാൻ പാടില്ല. പൊതുവേ ആർട്ടിസ്റ്റ് ഇമേജിനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങിയാൽ നമ്മളെ ചുറ്റി ഒരു വട്ടം, ആ ഒരു വളയത്തിനകം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവും. അത് പാടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നു പോയാൽ പിന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്യാരക്ടറായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനേക്കാൾ മോസ്റ്റ്ലി ചില ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് KG ജോർജ്, അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പടം വർക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ സാധിക്കും. ഹീ ഈസ് ലൈക്ക് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ്. ആൻഡ് ഫാസിൽ, മിസ്റ്റർ ഭരതൻ, പിന്നെ ശശികുമാർ സാർ, ഇവരെല്ലാം പെർഫെക്റ്റ് ടെക്നീഷ്യൻസ് ആണ്. അവരുടെ അടുത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു സെപ്പറേറ്റായ ഒരു സ്പെഷ്യൽ പിക്ചേഴ്സ് ആയിരുന്നിരിക്കും ആ പടങ്ങളെല്ലാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം തന്നെ അങ്ങനത്തെ ഹരിഹരൻ സാർ, ഈസ് ഓൾസോ അനദർ പെർഫെക്ഷനിസ്റ്റ്. ഇതെല്ലാം പക്ക എന്നൊരു വാക്ക് പറയില്ല, അതാണ് അവർ. അവരുടെ അടുത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് അവാർഡ് കിട്ടിക്കാണും. ഇതിലൊക്കെ നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഡയറക്ടർ ഉണ്ടായിരിക്കണം, നല്ല കഥാകൃത്യന്മാരുണ്ടായിരിക്കണം, നല്ല ക്യാരക്ടറെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഒരു ആർട്ടിസ്റ്റിനുണ്ടായിരിക്കണം. പിന്നെ അവിടെ ഉള്ള ഈ പ്രൊഡക്ഷൻ ബോയ്സ്, സ്പോട്ട് ബോയ്സ് മുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം തന്നാലേ നമുക്ക് സുഖമായിട്ട് അഭിനയിക്കാൻ ഒക്കുള്ളൂ. അത്രയും ഒരു ജോയിൻറ്റ് എഫേർട്ടാണ് ഒരു പടം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് മാത്രമാണ് ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും നമ്മൾ ഏത് ക്യാരക്ടർ ചെയ്താലും അതിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂടെ നടിക്കുന്ന സഹനടന്മാർ, സഹനടികൾ എല്ലാവരും നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന നടനോ നടിയോ ഒബ്ജക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മെഷീനെ പോലെ വർക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ. സോ അപ്രോച്ച് എന്ന് പറയുന്നത് എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കണം ഒരു ആർട്ടിസ്റ്റിന്. നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല മാണിക്യം തോൽക്കുന്ന മണിവർണ്ണൻ
ഡോക്ടറും ആകണമെന്ന് തന്നെയാണ് എന്റെയും മോഹം. പക്ഷേ ഉണ്ണി ഗുരുകുലത്തിൽ പോയാൽ ഈ കൊട്ടാരം ഉറങ്ങിപ്പോകും. മണികണ്ഠൻ എന്റെ അരികിലില്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും. എന്റെ ഉണ്ണിയാണ് എന്റെ ശക്തി. ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ മകന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കൂടുതൽ ശോഭനമാക്കും. മണികണ്ഠ, അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കൂ. അമ്മേ, ഞാൻ ഗുരുകുലത്തിൽ വാഴുമ്പോൾ എന്റെ മനസ്സ് അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അമ്മ വിഷമിക്കരുതേ. മണികണ്ഠ, എന്റെ പൊന്നുമ്മ, ലക്ഷ്മിനാരായണൻ എനിക്ക് എല്ലാ ഐശ്വര്യവും നൽകട്ടെ. അവാർഡ് ഫിലിംസിനെ കുറിച്ച് ഇതുവരെ ഞാൻ അവാർഡിന് വേണ്ടിയിട്ടെന്ന് ഒരു പടം അഭിനയിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച പടങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം എന്നെ സംബന്ധിച്ച് ഈ ആർട്ട്, കമേഴ്ഷ്യൽ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഡയറക്ടേഴ്സിൻ്റെ പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കമേഴ്ഷ്യൽ എന്ന് ഇവർ പറയുന്നല്ലോ, അങ്ങനത്തെ പടവും ഞാൻ ചെയ്യാറുണ്ട്. ആർട്ട് എന്ന് പറയുന്ന പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ എവ്രിവെയർ ദർ ഇസ് ആർട്ട്. അന്നും ഇന്നും മലയാളം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്കുള്ള ഒറ്റ വിശ്വാസം, ഓഡിയൻസിന് നല്ല സബ്ജക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട്, അവർ കാണാറുണ്ട്, കാണും. ഇത് നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡാണ്. ഇതില്ലെങ്കിൽ കാണില്ല, അതില്ലെങ്കിൽ കാണില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ജഡ്ജി ബാലഗംഗാധരമേനോൻ വിളിച്ചിരുന്നു. ഞായറാഴ്ച വിവാഹ തീയതി നിശ്ചയിക്കാൻ അവർ ഇങ്ങോട്ട് വരുമെന്ന്. നിങ്ങൾ വന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കേട്ടു. സുനിതയുടെ വിവാഹക്കാരിയല്ലേ? ഈ ഇടയെ നിങ്ങൾക്ക് എന്ത് പറ്റി? കണക്കിന് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, ലേശം കൂടിപ്പോയി. വല്ലാത്ത ക്ഷീണം. ഞാൻ ഇതുവരെ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നിനക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും എന്ന് ഭയന്നാണ് ഈ സംഭവം നിന്നോട് പറയാതിരുന്നത്. ഇന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം. ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ നടന്ന വിവാദ വിഷയമായ തമ്പി കൊലക്കേസിനെ പറ്റി നീ ഓർക്കുന്നുണ്ടോ? തിക്കുറിശി സർ, മധു സർ, അവരുടെ കൂടെയൊക്കെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആർട്ടിസ്റ്റ് മാത്രമല്ല, ടെക്നീഷ്യൻസും പ്രൊഡ്യൂസേഴ്സും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴും അപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സും. അപ്പോഴൊക്കെ ഞങ്ങൾ ഒറിജിനൽ സൗണ്ട് എടുക്കും. സെറ്റിൽ തന്നെ എല്ലാം കറക്റ്റായിട്ട് പറയേണ്ടി വരുന്നതുകൊണ്ട് തലേദിവസം തന്നെ ഡയലോഗ്സ് എല്ലാം കൊണ്ടു തന്ന് അത് കറക്റ്റായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ മലയാളി അല്ലാത്ത ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോൾ നേരത്തെ അവർ ഡയലോഗ്സ് എല്ലാം കൊണ്ടുതരും. പിന്നെ ആവശ്യമുള്ള സീൻസിന് മാത്രമേ ഞങ്ങൾ ഔട്ട്ഡോറിന് പോകത്തുള്ളൂ. അത് മാത്രം ഡബ്ബിങ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ പടം എഡിറ്റിങ്ങിന് പോകും. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ എല്ലാം അവൈലബിൾ ലൊക്കേഷൻസിലെടുക്കുന്നു, ഒറിജിനൽ വീടുകളിൽ തന്നെ പോയി എടുക്കുന്നു. ഡബ്ബിങ് ത്രൂ ഔട്ട് ദ ഫിലിം ഞങ്ങൾക്ക് മൊത്തമായിട്ട് ഡബ്ബിങ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതനുസരിച്ച് ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. പണ്ട് എല്ലാത്തിലും ഒരു ചെറിയ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് കയറി ഒരു വലിയ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ഷാൻഡ്ലിയേഴ്സും അതും ഇതും ഉള്ള ഒരു വലിയ സെറ്റിനകത്തായിരുന്നു ഒരു പണക്കാരൻ്റെ വീട്ടിൽ നിന്ന് കാണിക്കും. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഒരു നല്ല കാശുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി കയറി ഒരു പടം എടുത്താൽ അതുപോലെ നാച്ചുറലായിട്ടിരിക്കുന്നു. ഇതല്ലാതെ ബേസിക്കലി പടത്തിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ അന്നത്തേക്കാൾ ഇന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വേറെ പല വാക്സ് ഓഫ് ലൈഫും പൊളിറ്റിക്കലായിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഫിലിംസ് അന്ന് വരാറില്ല. കുടുംബകഥകളും പിന്നെ ഈ ഫോക്ക് ലോർ ഫിലിംസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ പടങ്ങൾ മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഫോറിനിൽ പോയി പടം എടുക്കുന്നു. വെറും ഒരു 13 പ്രിൻ്റുള്ള ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം ഇൻ്റർനാഷണൽ ഫിലിംസ് എല്ലാം എടുക്കാൻ സാധിക്കുന്നത് ഇപ്പോഴല്ലേ. അതൊരു വലിയ ഡിഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എങ്ങനെയിരിക്കുന്നു ഡോക്ടർ? അവർ നിങ്ങളുടെ ആരാണ്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. നോ, അതൊരിക്കലും നടക്കില്ല.
അവൾക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. ഡോക്ടർ, ഷീ ഈസ് സഫറിംഗ് ഫ്രം എ വെരി സീരിയസ് സൈക്കോസിസ്. അവൾക്കൊരിക്കലും ലൈംഗിക ബന്ധം പുലർത്താൻ സാധ്യമല്ല. നിങ്ങൾ അവളെ കടന്നു പിടിച്ചോ അല്ലേ? ഞാൻ ഡോക്ടറോട് കള്ളം പറയരുത്. അവളുടെ ഞരമ്പുകൾ തീരെ ദുർബലമാണ്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. അവൾക്ക് നൃത്തം ചെയ്യാമോ ഡോക്ടർ? തീർച്ചയായും. ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ. നൃത്തം അവൾക്കൊരു റിലീഫായിരിക്കും. എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ്? മലയാളത്തിൽ പ്രത്യേകിച്ച് അറ്റ് സ്ട്രെച്ച് പടങ്ങൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ക്യാരക്ടറിലേക്ക് ഒന്നുകൂടെ അലിഞ്ഞു ചേരാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസിലെല്ലാം പ്രത്യേകിച്ച് ഹിന്ദി പടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പനിഷ്മെൻ്റ് ആയിരുന്നു. 1.5 കൊല്ലമൊക്കെ ഒരു പടം എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ 2 പടം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അഭിനയിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പടത്തിൽ നമ്മൾ 1.5-2 കൊല്ലം അഭിനയിച്ചാൽ പിന്നെ ബാക്കി പടങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. മലയാളത്തിൽ ഏറ്റവും ഒരു 3 മാസം കൂടാതെ ഒരു പടം ഫിനിഷ് ചെയ്യും, 4ാമത്തെ മാസം അത് റിലീസാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പെർഫോമൻസിന് ഒരു റിസൾട്ട് നമുക്കിങ്ങനെ തിരിച്ച് കിട്ടും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റേജ്. ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ കിട്ടുന്ന ഒരു പത്രക്കാരും ശരി, ജേർണലിസം എല്ലാമേ അവിടെ വളരെ യാഥാർത്ഥമായിട്ടും വളരെ നമ്മളിലുള്ള കഴിവിന് വേണ്ടി മാത്രം എന്നെ അംഗീകരിച്ചത് മലയാളത്തിലാണ് കൂടുതൽ എന്ന് എൻ്റെ അഭിപ്രായം. ഞങ്ങളെല്ലാവരും ജാനുവിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ആര് വിചാരിച്ചാലും അത് തടയാൻ സാധ്യമല്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ വീട്ടിൽ കയറ്റിയില്ലെന്ന് വരും. സാരമില്ല, ഞാൻ കല്ല് ചുമന്ന് ജീവിച്ചോളാം. പക്ഷേ ജാനുവിന് ഒരു നല്ല ജീവിതം കിട്ടും. എനിക്കത് മതി. വരൂ ജാനു, മുഹൂർത്തത്തിന് സമയമായി. ഞാൻ ചത്താലും എന്റെ ജാനുവിന് ചേട്ടനുണ്ടായിരിക്കുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ. നിങ്ങളുടെ മറക്കാൻ കഴിയാത്ത സംഭവം ഏതാ? ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരിക്കൽ ജർമ്മനിയിൽ പോയിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വീഡിയോ ലൈബ്രറി, അതായത് എൻ്റെ പടങ്ങൾ മാത്രം, ഞാൻ അഭിനയിച്ചിട്ടുള്ള 180 ചിത്രങ്ങളോളം അത്രയും പടങ്ങളിൽ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 150 ചിത്രങ്ങളുണ്ടായിരുന്നു. എനിക്ക് തന്നെ ചില ചിത്രങ്ങളുടെ പേരൊന്നും ഓർമ്മയില്ല. അത് അവരുടെ കയ്യിൽ ആ കോപ്പി ഉണ്ട്. അവരെങ്ങനെ അത് നേടി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അന്തം വിട്ടുപോയി ആക്ച്വലി. എൻ്റെ പല പടങ്ങളും എനിക്ക് ഓർമ്മയിൽ, എനിക്ക് ഒരു തെളിവില്ലാത്ത പടങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. അതുപോലെ ഒരു ഫാനെ ഞാൻ കണ്ടിട്ടുമില്ല. അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ല അല്ലേ സിന്ധു? അല്ലെങ്കിൽ തന്നെ സ്റ്റണ്ടിന് വയസ്സൊരു പ്രശ്നമാണോ? Just a minute. You see, Sindhu is all right. ഇനി അവൾക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ഒരവസരം. അങ്ങേക്കത് സാധിക്കും. I mean it. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി കഴിയുമെങ്കിൽ വൈകിട്ടില്ല. ഡോക്ടർ, അങ്ങേക്കാൾ ഏറെ ജീവിതം കണ്ടവളാണ് ഞാൻ. ഇപ്പം നിങ്ങൾ മലയാള പടത്തിൽ അധികം അഭിനയിക്കാത്ത കാരണം എന്താണ്? ഒരുപാട് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പേരും ആ സ്ഥാനവും ഞാൻ ഇനി കാത്തു സൂക്ഷിക്കണമെങ്കിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറോ ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. മോളെ, ഡാൻസ് എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. എന്ത് പറ്റി മോളെ? 10 വർഷം അവൻ തള്ളി നീക്കിയത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? ആര് വന്നാലും എന്റെ വെണ്ണുമോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. ശിവൻ ഇവിടെ തന്നെ താമസിക്കട്ടെ. അല്ലെങ്കിൽ അവൻ വെണ്ണുമോളെ കൊണ്ടുപോയാലോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല.
ഫ്യൂച്ചറിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറും ഒരു ആർട്ടിസ്റ്റ് ചെയ്യണമല്ലോ. വളരെ നന്ദി ചേച്ചി. നമസ്കാരം. നമസ്കാരം.